മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിർണായക യോഗം ഇന്ന് നടക്കും. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗം നടക്കുക. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ആൻമരിയ, മഴ എങ്ങനെ, കാര്യമായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. മഴ തകർത്ത് പെയ്യുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴയാണ്. ഓക്കെ, ഇനി വാർത്തയിലേക്ക്. ഇത് രണ്ടാമത്തെ തവണയാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു യോഗം. അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രി റോജി എം ജോണിന്റെയും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് MLA VP സജീന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എറണാകുളം കളക്ടറേറ്റിൽ വെച്ചിട്ടാണ് യോഗം നടക്കുന്നത്. കഴിഞ്ഞ തവണ യോഗത്തിൽ കുടുംബങ്ങളടക്കം അതോടൊപ്പം തന്നെ സമരസമിതി അടക്കം പങ്കെടുത്തിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ സമരസമിതി പങ്കെടുക്കില്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ അവിടെ, അതായത് ഈ 8 കുടുംബങ്ങളും അവരെ പ്രതിനിധീകരിച്ചുള്ള ആളുകൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കും. വിവിധ കാര്യങ്ങളായിരിക്കും അവർ ചർച്ച ചെയ്യുക. കാരണം ഹൈക്കോടതി 16-ാം തീയതി വരെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ സാധിക്കും? അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമോ എന്നുള്ള കാര്യവും നിർണായകമാണ്. പക്ഷേ ഈ പുനരധിവാസത്തിന് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിലാണ് കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളോട് വലിയ തരത്തിലുള്ള എതിർപ്പ്, അത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തള്ളുന്ന രീതിയിലായിരുന്നു കുടുംബങ്ങളുടെ പ്രതികരണം വന്നിരുന്നത്. യാതൊരു തരത്തിലുള്ള ചർച്ചയും അതിന്മേൽ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പുനരധിവാസത്തിന് തങ്ങൾ തയ്യാറാണെന്ന് പറയുന്നത് എന്ന് കുടുംബങ്ങൾ ചോദിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കുടുംബങ്ങൾ ഈ മന്ത്രിയെ അറിയിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പഴയൊരു നിലപാടിൽ, അതായത് ഈ 19 ഏക്കർ ഭൂമിയും അളന്ന് അതിൽ നിന്ന് പുറംപോക്ക് കണ്ടെത്തണം എന്നൊരു കാര്യം അത് ഇന്നും യോഗത്തിൽ തന്നെ അറിയിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഹൈക്കോടതി നടപടികൾ നീട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും വേഗത്തിൽ തന്നെ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യം, പക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്നെല്ലാം ഈ എതിരായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ പുനരധിവാസം എന്ന രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു നല്ലൊരു ഇടം ഒരുക്കി കൊടുക്കുക എന്നൊരു രീതിയിലാണ് സർക്കാർ നിലനിൽക്കുന്നത്. അതിനോട് കുടുംബങ്ങൾ എന്തായിരിക്കും എന്ന് പറയാൻ പോകുന്നതെല്ലാം നിർണായകമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് യോഗത്തിൽ ഉയർന്നു വന്നിരുന്നുവെങ്കിലും കുടുംബങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ എന്തായിരിക്കും കുടുംബങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് നിർണായകം. അതോടൊപ്പം തന്നെ ഈ കോടതിയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും തുടർന്നുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിൽ അവിടുത്തെ സമരം നിർത്തിവെച്ചിരിക്കുകയാണ്, പ്രതിഷേധ സമരം. ഈ പ്രതിഷേധ സമരം തുടരണമോ എന്നുള്ള കാര്യത്തിലും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. അത് ഇനി നടക്കുന്ന ചർച്ചയിൽ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നുള്ള കാര്യം വന്നതിന് ശേഷമായിരിക്കും തുടർന്നുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ. എന്തായാലും അവിടെ നിന്നും മാറി താമസിക്കുന്നതിനോ ഒഴിഞ്ഞു പോകുന്നതിനോ തയ്യാറല്ല എന്നാണ് കുടുംബങ്ങളുടെ നിലവിലെ തീരുമാനം. ഇന്ന് നടക്കുന്ന 2 മണിക്ക് എറണാകുളം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന കളക്ടറുടെയും അതോടൊപ്പം തന്നെ മന്ത്രി റോജി എം ജോണിന്റെയും കുന്നത്തുനാട് MLA VP സജീന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.